ഒരു കിരാത ഭരണകാലത്താണ് ഈ ഇലക്ഷൻ നടക്കുന്നത്. അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് ഓരോ സീറ്റും അതിൻ്റെ ഭാഗമായിട്ട് എന്ത് വില കൊടുത്തും ഇഞ്ചോടിഞ്ച് പോരാടും. അത് കേരളത്തിലെ ഓരോ സീറ്റും കോൺഗ്രസിന് നിർണായകമാണ്. ആ സീറ്റ് കോൺഗ്രസിൻ്റെ എണ്ണം കുറക്കാൻ ഇവിടെ പലർക്കും ഒരുപാട് താല്പര്യമുണ്ട്, അതിന് പലരും യോജിപ്പിലുമാണ്. പക്ഷെ ഞങ്ങൾക്ക് ആ സീറ്റുകളൊക്കെ നിർണായകമാണ്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഞാൻ മിനിഞ്ഞാന്ന് സത്യത്തിൽ ഒരു പ്രസ്താവന കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. നിങ്ങൾ മാധ്യമങ്ങളത് കൊടുത്തു, പിന്നീട് അതിന് പ്രാധാന്യം കൊടുത്തതായി കണ്ടില്ല. ഇടതുപക്ഷ മുന്നണിയുടെ കൺവീനറുടെ ഒരു പ്രസ്താവന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, എനിക്കറിയില്ല എന്തുകൊണ്ട് അതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യം വന്നില്ല. കേരളത്തിലെ മത്സരം CPM-ഉം BJP-യും തമ്മിലാണ്. ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു PR വർക്ക് വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ കേരളത്തിൽ? BJP-ക്ക് വേണ്ടി ഇത്രയും വലിയൊരു PR വർക്ക് ഞാൻ ബഹുമാനായ ശ്രീ ജയരാജനെ വെല്ലുവിളിച്ചുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നു. എവിടെയെങ്കിലും BJP 2ാം സ്ഥാനത്ത് കേരളത്തിൽ പോകുന്നുണ്ടെങ്കിൽ അവിടെ CPM 3ാം സ്ഥാനത്തായിരിക്കും. ടേക്ക് ഇറ്റ് ഫ്രം മീ. എവിടെയെങ്കിലും BJP കേരളത്തിൽ 2ാം സ്ഥാനത്ത് പോകുന്നുണ്ടെങ്കിൽ അവിടെ BJP 3ാം സ്ഥാനം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മത്സരം ഐക്യജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തമ്മിലാണ് കേരളത്തിൽ. BJP ശ്രമിക്കുന്നുണ്ട് പലയിടത്തും പല രീതിയിൽ സ്വാധീനിച്ച് കേരളത്തെ പിടിക്കാൻ. പക്ഷെ കേരള സമൂഹവും കേരള ജനതയും അതിനവസരം കൊടുക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. പക്ഷേ എവിടെ നിന്ന് കിട്ടി CPM കൺവീനർക്ക് ഈ കണക്ക്? ആ കണക്കിൻ്റെ സോഴ്സ് അദ്ദേഹം വെളിപ്പെടുത്തട്ടെ. BJP-യും അവരുമായിട്ടാണ് മത്സരം എല്ലാ സീറ്റുകളും. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, കൊല്ലം. ആളുകളെ മണ്ടന്മാരാക്കാൻ പാടില്ലല്ലോ. അത് ഗൗരവതരമായ കാര്യമാണ്. CPM-ഉം BJP-യും തമ്മിലുള്ള അവിഹിത കൂട്ടുകെട്ടിൻ്റെ അജണ്ടയുടെ ഏറ്റവും പ്രത്യക്ഷ ഉദാഹരണമാണ് ആ പ്രസ്താവന. കാരണം BJP പോലും പറഞ്ഞിട്ടില്ല എല്ലാ സ്ഥലത്തും ഞങ്ങൾ 2ാം സ്ഥാനത്ത് വരുന്നു. അവിടെ CPM പറയാണ് അവരും BJP-യും തമ്മിലാണ് മത്സരം.